നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളുടെ പൂജയിൽ നമ്മളുടെ ശ്രോതാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയിൽ നിങ്ങളെയും ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജനനത്തീയതി എന്നിവ കമന്റിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ പ്രാർത്ഥനയിൽ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തുന്നതായിരിക്കും. രാഹുവും ശുക്രനും 18 വർഷങ്ങൾക്ക് ശേഷം ഒന്നു ചേരുകയാണ്. ഇതുമൂലം 2 രാശിക്കാർക്ക് സൗഭാഗ്യങ്ങളുടെ കാലമാണ്. എന്നാൽ ഇത് കൈവിട്ട് കഴിഞ്ഞാൽ കഷ്ടകാലമാവും ഫലം. ചില ഭാഗ്യങ്ങള് മുന്നിലെത്തിയാലും പലരും അതിന്റെ മൂല്യം മനസ്സിലാക്കാതെ അത് തട്ടിത്തെറിപ്പിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരിക്കൽ നഷ്ടപ്പെട്ട അവസരം വീണ്ടും ലഭിക്കുകയില്ല. അങ്ങനെ ഒരു അവസരം വീണ്ടും ലഭിക്കാൻ സാധ്യത വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ശ്രദ്ധാപൂർവം കേട്ട് മനസ്സിലാക്കുക. വേദജ്യോതിഷപ്രകാരം ഓരോ ഗ്രഹങ്ങളും രാശിമാറ്റത്തിനൊരുങ്ങുമ്പോൾ 12 രാശിക്കാരെയും അത് വ്യത്യസ്ത തരത്തിലാണ് ബാധിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നിലവില് രാഹു, ശുക്രൻ എന്നീ ഗ്രഹങ്ങളാണ് നക്ഷത്രമാറ്റത്തിന് ഒരുങ്ങുന്നത്. ഇരു ഗ്രഹങ്ങളും ഒരുമിച്ച് ഉത്രട്ടാതി നക്ഷത്രത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നീണ്ട 18 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരൊരു മാറ്റം സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ 2 രാശിക്കാർക്ക് ഇതുമൂലം ഒട്ടനവധി ഗുണങ്ങൾ ലഭിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ഈ രാശിക്കാര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ ഫലങ്ങളൊക്കെ ലഭിക്കണമെങ്കിൽ ഇവർ ചില തെറ്റുകൾ ചെയ്യാതെ ഇരിക്കണം. ഈ തെറ്റുകൾ ഇവരുടെ ഭാഗ്യത്തെ ഇല്ലാതാക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. അവ എന്തെല്ലാമാണെന്നും ഏതെല്ലാം തരത്തിലുള്ള ഭാഗ്യങ്ങളാണ് ഈ രാശിക്കാരെ കാത്തിരിക്കുന്നതെന്നും നമുക്ക് നോക്കാം. ഇതിൽ 2 രാശിയിൽ ആദ്യത്തെ രാശി എന്ന് പറയുന്നത് മകരം രാശിക്കാർക്കാണ്. മകരം രാശിയിൽപ്പെട്ട 3 നക്ഷത്രക്കാർ ഉത്രാടം അവസാന 1/4 ഭാഗവും തിരുവോണവും അവിട്ടം ആദ്യ അരഭാഗവും ഉള്ള ആളുകൾക്കാണ് ഈ ഭാഗ്യം ലഭിച്ചിരിക്കുന്നത്. രാഹുവും ശുക്രനും ഉത്രട്ടാതി നക്ഷത്രത്തിൽ എത്തിച്ചേരുന്നതിനാല് മകരം രാശിക്കാർക്ക് ഗുണങ്ങൾ ലഭിക്കാനുള്ള യോഗം രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇരു ഗ്രഹങ്ങളും നക്ഷത്രമാറ്റം നടത്തുമ്പോൾ മകരം രാശിയുടെ 3ാം ഭാവത്തിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യാൻ പോകുന്നത്. അതിനാൽ നിരവധി നേട്ടങ്ങളാണ് നിങ്ങളിൽ ലഭിക്കാൻ പോകുന്നത്. അധ്വാനിക്കുന്ന കാര്യങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ഫലം ലഭിക്കാൻ യോഗമുണ്ടാവുന്നതാണ്. സാമ്പത്തികമായിട്ട് വളരെയധികം ഉന്നതി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കുടുംബ ബന്ധങ്ങൾ നിലനിർത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ നിങ്ങൾ വളരെ മുന്നോട്ട് പോകുന്നതാണ്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ സമയം വളരെ നല്ലതാണ്. എന്നാൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ വിപരീത ഫലമായിരിക്കും ലഭിക്കുക. കയ്യിലെത്തുന്ന സൗഭാഗ്യങ്ങൾ ഇല്ലാതാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ജനുവരി 28 മുതൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് ചെയ്യാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് നിങ്ങൾ വാക്കുകളൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ഒരു സമയമാണ്. നിങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന പദപ്രയോഗങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരേണ്ട പല ഗുണങ്ങളെയും തട്ടിപ്പറിച്ചേക്കാം. വെറും വാക്കുകളും വീരവാദങ്ങളും ഒന്നും മുഴക്കാതിരിക്കുക. ബിസിനസ് ചെയ്യുന്നതിന് മുമ്പ് സ്വന്തം ലാഭത്തെക്കുറിച്ചും വളരെ ബോധ്യം വരുത്തുക. അത് ഒരു പേപ്പറിലാക്കി ഒരു എഗ്രിമെന്റ് ആക്കുന്നതും വളരെ നന്നായിരിക്കും. എടുത്തു ചാടിയുള്ള പല കാര്യങ്ങളും ദോഷങ്ങൾ വരുത്തി വയ്ക്കും. എല്ലാം ചിന്തിച്ച് ചെയ്തു കഴിഞ്ഞാൽ അത് 100 ഇരട്ടി ഗുണമായിരിക്കും നിങ്ങൾക്കുണ്ടാകുക. കാര്യങ്ങൾ ചിന്തിച്ച് ചെയ്തു കഴിഞ്ഞാൽ നേട്ടങ്ങൾ മാത്രമായിരിക്കും നിങ്ങൾക്കുണ്ടാവുന്നത്. കൂടാതെ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ജനുവരി 28 മുതൽ മാറുവാൻ തുടങ്ങുന്നതാണ്. സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും എല്ലാം നിങ്ങൾ മുന്നേറുന്നതാണ്. ആരോഗ്യം വളരെ നന്നായിരിക്കും. അടുത്തതായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് ഇടവം രാശിക്കാർക്കാണ്. ഇടവം രാശിയില് കാർത്തിക അവസാന 1/4 ഭാഗവും രോഹിണിയും മകയിരം ആദ്യ അരഭാഗവുമാണ് ഇടവം രാശിയിലുള്ള നക്ഷത്രക്കാർ എന്ന് പറയുന്നത്. ഇടവം രാശിക്കാർക്ക് ജനുവരി 28 മുതൽ ഒട്ടനവധി നേട്ടങ്ങളാണ് ലഭിക്കാൻ പോകുന്നത്. രാഹുവിന്റെ കൃപയാല് സകല ദോഷങ്ങളിൽ നിന്നും നിങ്ങൾക്ക് വിട്ടകലുന്നതാണ്. ജോലിയിലും ബിസിനസ്സിലും ഒട്ടനവധി ലാഭം, വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങളും എല്ലാം സ്വന്തമാക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. പണ്ട് നടക്കാതെ പോയ പല കാര്യങ്ങളും നടക്കാനുള്ള യോഗവും നിങ്ങളിൽ രൂപപ്പെട്ടു വരുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലെത്തുന്ന പണം ശരിയായ രീതിയിൽ വിനിയോഗിക്കുക. ഇല്ലെങ്കിൽ നഷ്ടസാധ്യത കൂടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചിലപ്പോൾ കയ്യിലെത്തുന്ന ധനഭാഗ്യത്തെ പോലും തട്ടിപ്പറിക്കുന്ന രീതിയിലുള്ള
വാക്കുകൾ നിങ്ങളിൽ നിന്നുണ്ടാവും. അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഒഴിവാക്കുക. ദേഷ്യം കുറയ്ക്കുന്നത് വളരെ നല്ലതാണ്. ജോലിസ്ഥലത്ത് ക്ഷമയോടെ പെരുമാറുക. നിരന്തരം പ്രയത്നിക്കുക. മടി പിടിക്കാതിരിക്കുക. അലസതയും നിങ്ങളിലേക്ക് എത്താൻ സാധ്യതയുണ്ട് ഈ സമയത്ത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ വരുന്ന ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് ഇല്ലാതെ പോകാൻ സാധ്യതയുണ്ട്. ഈ ജനുവരി 28 മുതൽ എല്ലാം ചിന്തിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വിജയം നേടാൻ കഴിയുമെന്നുള്ളതാണ് ഈ യോഗത്തിന്റെ പ്രത്യേകത. ഈ 6 നക്ഷത്രക്കാര് ശുക്രനും രാഹുവും ഒന്നിച്ചു വരുന്നത് കൊണ്ട് വളരെ സൂക്ഷിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ വളരെയധികം മുന്നേറാനും, എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് പരിഗണനയൊന്നും കൊടുക്കാതെ നിങ്ങൾ ചിന്തിക്കാതെ പ്രവർത്തിക്കുകയാണെങ്കിൽ കഷ്ടതയിലേക്കും പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോവുക. എല്ലാത്തിനും ഒരു വ്യക്തത വരുത്തി മുന്നോട്ട് പോവുക. ഇതുപോലെയുള്ള അറിവുകൾക്കും വീഡിയോകൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.